നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുവർഷ രാവിൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫയിൽ തെളിഞ്ഞത് ഒരു പ്രണയാഭ്യർത്ഥന. ലോർദന, എന്നെ വിവാഹം കഴിക്കാമോ? ജർമ്മൻ പൗരനായ സെർജി ഷാൻഡർ തന്റെ പ്രണയിനി ലോർദനയോടുള്ള സ്നേഹം ലക്ഷ്യങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞു. പുതുവർഷത്തെ വരവേൽക്കുന്നതിനുള്ള വെടിക്കെട്ടും ലേസർ ഷോയും തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് ജർമ്മൻ പൗരനായ സെർജി ഷാൻഡർ തന്റെ പ്രണയിനിക്കായി ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിൽ അപ്രതീക്ഷിത സമ്മാനമൊരുക്കിയത്. ചൊവ്വാഴ്ച വൈകുന്നേരം 7:30 മണിയോടെയാണ് ലോർദനായ എന്നെ വിവാഹം കഴിക്കാമോ എന്ന് ജർമ്മൻ ഭാഷയിൽ അഭ്യർത്ഥന ഷാൻഡർ നടത്തിയത്. സെക്കൻഡുകൾ മാത്രമാണ് സന്ദേശം ദൃശ്യമായതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ബുർജ് ഖലീഫയിലെ ആഘോഷങ്ങൾ തത്സമയം വീക്ഷിച്ചുകൊണ്ടിരുന്ന ലോകമെമ്പാടുമുള്ള ആളുകൾ അതിന് സാക്ഷിയായി. പുതുവർഷാഘോഷത്തിനിടെയുള്ള പ്രണയാഭ്യർത്ഥനയോട് കാമുകിയുടെ പ്രതികരണം എന്തെന്നറിയാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. ഇതിനായി ഷാൻഡറുമായി നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് MR പബ്ലിക് റിലേഷൻ ആൻഡ് മാർക്കറ്റിംഗ് വിഭാഗം പറഞ്ഞു. UAE താമസക്കാരും സന്ദർശകരും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി അയച്ച മറ്റ് നിരവധി ആശംസാ സന്ദേശങ്ങളും കഴിഞ്ഞ ദിവസം ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിച്ചിരുന്നു. #ഇമാർനൈ 2020 എന്ന ഹാഷ്ടാഗിലൂടെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങളാണ് ബുർജ് ഖലീഫയിൽ തെളിഞ്ഞത്. കൃത്യം 12 മണിക്ക് തന്നെ പുതുവത്സരത്തെ വരവേറ്റ് ദീപാലംകൃതമായിരുന്നു ബുർജ് ഖലീഫ. ദുബായ് നഗരത്തിലാണ് ഏറ്റവും സജീവമായ പുതുവത്സര ആഘോഷങ്ങൾ അരങ്ങേറിയത്. 25 കേന്ദ്രങ്ങളിൽ വെടിക്കെട്ടൊരുക്കിയാണ് ദുബായ് നഗരം 2020 വരവേറ്റത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയിലെ കരിമരുന്ന് പ്രയോഗം കാണാൻ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ആയിരങ്ങൾ തടിച്ചുകൂടി. ലേസർ ഷോയ്ക്കൊപ്പം ആകാശത്ത് നാദവർണ്ണ പ്രപഞ്ചം തീർത്ത് കരിമരുന്ന് പ്രയോഗം കാണികൾക്ക് ആവേശമായി. ദുബായ് ഫ്രെയിമിലും ആദ്യമായി ഇത്തവണ വെടിക്കെട്ട് ഒരുക്കിയിരുന്നു. ഗ്ലോബൽ വില്ലേജ്, അൽസി ഫെസ്റ്റിവൽ സിറ്റി എന്നിവിടങ്ങൾക്ക് പുറമെ അബുദാബി, അജ്മാൻ തുടങ്ങിയ എമിറേറ്റുകളിലും വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗം നടന്നു. 4 കിലോമീറ്റർ ദൂരത്തിൽ വെടിക്കെട്ടൊരുക്കി റാസൽ ഖൈമ ഇക്കുറിയും റെക്കോർഡിട്ടു. ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കനത്ത സുരക്ഷയാണ് ഗൾഫ് നാടുകളിൽ ഒരുക്കിയിരുന്നത്. ദുബായ്, ബുർജ് അൽ അറബ്, പാം ജുമൈറ, ഫെസ്റ്റിവൽ സിറ്റി, ഗ്ലോബൽ വില്ലേജ്, യാസ് ഐലൻഡ് എന്നിവിടങ്ങളിലും പ്രത്യേക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഷാർജ, അൽ മജാസ് വാട്ടർ ഫ്രണ്ട് 16 അലങ്കാര നൗകകളിൽ നിന്നായിരുന്നു കരിമരുന്ന് പ്രയോഗം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.